ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി കുർത്തി നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ബീഡാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്കിതാ കുറച്ച് ഷുഗർ ബീഡ്സ് കൂടെ ആവശ്യമാണ്. അപ്പോൾ ഈ 2 ബീഡ്സുകൾ മാത്രം മതി നമുക്കൊരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ആ ഒരു ബോഡി പോർഷൻ, അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പേപ്പറിൽ ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് വെച്ചിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ ബീഡ്സ് വർക്കുകളും പിന്നെ നമ്മുടെ ഈ സ്റ്റിക്ക് ബീഡ് വർക്കുകളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പാറ്റേൺ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട്. ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് വരുന്നത്, യോക്കിൻ്റെ ഭാഗത്തായിട്ട്. ഏകദേശം ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 11 ഇഞ്ചോളം ലെങ്ത് കൊടുത്താൽ മതിയാവും. 14 ഇഞ്ച് കൊടുക്കണമെന്നില്ല ഈ ഒരു ഡിസൈനിൽ. അത്യാവശ്യം ഒരു 11 ഇഞ്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതുപോലെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ്. ഇത് നമുക്ക് സ്ലബ് കോട്ടണിലും സ്ലബ് സിൽക്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ മെറ്റീരിയലിലേക്കൊന്നും ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു യെല്ലോ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു സ്റ്റിക്ക് ബീഡ് വരുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റിക്ക് ബീഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലൈൻസ് പോലുള്ള വരുന്ന എല്ലാ ഡിസൈനുകൾക്കും നമ്മൾ ആദ്യം ഹെവി ആയിട്ട് എന്തുണ്ടോ അതാണ് ആദ്യം നമ്മുടെ ഈ ഒരു ലൈൻസിൽ വരച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ബീഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റിക്ക് ബീഡ് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് ബീഡ് എടുത്തിട്ട് ഒന്ന് പുറത്തേക്കാക്കിയിട്ട് സൈഡിലേക്കാക്കിയിട്ട് ഇതേപോലെ ചരിച്ച് കൊണ്ടുവന്നൊന്ന് ലോക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ മുകളിൽ നിന്ന് വീണ്ടും എടുക്കുക, അതേപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ബീഡ്സിൻ്റെ ആ ഒരു എൻഡിങ് പോർഷനിൽ നിന്ന് അടുത്ത ത്രെഡ് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ സ്റ്റിക്ക് ബീഡ് എടുത്തു, ഇതേപോലെ സെൻറ്ററിലേക്ക് പിഞ്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതേപോലെ ആ ഒരു ഭാഗം ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റിക്ക് ബീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തൊട്ടിപ്പുറത്ത് കണ്ടോ, ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്കൊരു ദിവസം കണ്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. രണ്ട് പോർഷനായിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പോർഷൻ ചെയ്തു, അതേപോലെ അതിനോട് ചേർന്നാണ് താഴേക്ക് ഒന്നും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഷുഗർ ബീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഒരു മെറ്റീരിയലുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ഇടുന്നുണ്ട്. ഇതൊരു ഹെവി ക്വാളിറ്റി ബീഡ്സാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റാണ് ഇതിൻ്റെ ഈ ഒരു ബീഡ്സിൻ്റെ റേറ്റ് കേട്ടോ. നല്ല ബീഡാണ്, ഒരുപാട് നാൾ നമുക്ക് നിൽക്കുന്ന ഒരു ബീഡാണ് കേട്ടോ ഇത്. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ടിന്നുകളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതേപോലെ ആ ഒരു ചെറിയ ബീഡ് നമുക്കിതേപോലെ നമ്മൾ ഓരോ ബീഡ്സായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഓരോ ബീഡ്സ് എടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് പോവാം. ആരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആരി നീഡിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരി നീഡിൽ കൊണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അധികം ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും തന്നെ ഇല്ല ഇതിൽ. കുഞ്ഞു കുഞ്ഞു വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അത്രയും പോർഷൻ നമ്മൾ ചെയ്ത് കൊടുത്തല്ലോ. ഇനിയിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി
അതിൻ്റെ താഴേക്കാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. സ്റ്റിക്ക് ബീഡ് ഞാൻ ഒരു ലൈനും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ഷുഗർ ബീഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മൾ ബാക്കിൽ നിന്ന് ത്രെഡ് എടുത്തു. വീണ്ടും നമ്മൾ ഒരു 2 ബീഡ്സ് എടുക്കുന്നു. നമ്മുടെ ആ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് 2 ബീഡ് പിൻ ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മളൊരു ബീഡ് എടുക്കുന്നു, ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമുക്കൊരു 2 ബീഡ്സ് നമ്മളിതുപോലെ എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ഭാഗം അങ്ങനെ ചെയ്തു പോകണം. പിന്നെ കുറച്ച് ഭാഗം നമ്മുടെ കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ 2 ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ആകുന്ന വിധത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ബീഡ്സ് നമ്മൾ ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ബീഡ്സുകൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലേക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഇതൊരു 14 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് 14 ഇഞ്ചിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് 14 ഇഞ്ചിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 11 ഇഞ്ച് വേണമെന്നില്ല, നമുക്ക് 14 ഇഞ്ചിലും ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ്റെ താഴെ വരെയും. പിന്നെ നമുക്ക് ഓരോ ലൈൻസും ഒരെണ്ണം നീളം കൂടിയതും കുറഞ്ഞതും ആക്കി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്, മാറ്റമൊന്നുമില്ല. സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.